ടൈം ടു വർക്ക്. അന്നേരം എക്കോയാ എന്റെ ലിപ്പ് കൊടുത്തോ. ലിപ്പ് ലിപ്പ് കൊടുത്തോ എനിക്കറിയില്ല. നീ ഞാൻ ഇന്നലെ ലാസ്റ്റ് എടുത്തിട്ട് പോയത് ഇതാടി ചളിയിലിട്ട് പോയില്ല ശ്രീ. ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ ലിപ്പ് കുഴിയിലും ഇല്ല. ഇല്ല 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 ഇല്ല. യു ഷുവർ? കുഴിയിലൊന്നും വേണ്ട. യു ഷുവർ? ഇതെങ്ങനെ വരുന്നത്? ശരി ഇല്ലാട്ടെ കുഴിയിലൊന്നും വേണ്ട സത്യം. സത്യം എന്തോ പറ്റിട്ടുണ്ടാ. എന്തോ പറ്റാണ്ട് ഇങ്ങനെ വണ്ടി തട്ടിയിട്ട് മുട്ടിയിട്ടൊന്നുമില്ല. പിന്നെ എന്താ സംഭവിച്ചത് പറ. ഇല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എന്നാ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അന്നേരം താൻ എന്തെങ്കിലും ഉണ്ടോ? ചളിയാണ് മൊത്തം. ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് മൊത്തം ചളിയാണ്ടായിന്. ചളിയിൽ എങ്ങനെ ലിപ്പ് പൊട്ടുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഹൗ ഇൻസ്പെക്ഷൻ ടൈം. വേറെ ഒന്നുമില്ല. ഇതന്നെ ഞാനിപ്പോ കണ്ട. നീ ഒന്ന് ഫീൽ ചെയ്തിട്ട് ഓടിക്കുമ്പോ ഇങ്ങനൊന്നായിനി. പക്ഷെ ഇത്രയൊന്നും വിചാരിച്ചിരുന്നു. അത് എവിടുന്ന് അങ്ങനെ ആയത്? പ്രൈവറ്റ് പ്രോപ്പർട്ടിയില് പുല്ലാന്ന് മൊത്തം. അതൊരു വീടാന്നല്ലേ നീ പറഞ്ഞേ? അതെ, എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയത് ഇന്നലെ രാത്രി നമ്മൾ വന്നിട്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് അവന്റെ വീട്. ഓക്കെ, അവിടെയല്ലേ പൂള്. അപ്പൊ അവിടുന്ന് മെല്ലെ എടുത്താലും പറ്റിയതാ. സ്പീഡിലൊന്നും എടുത്തിട്ടാ, മെല്ലെ എടുത്താലും പറ്റിയാ. ആ ഓക്കെ. ഓടിക്കുമ്പോ എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് നമുക്ക് അറിയാലോ. ഓടിച്ചിട്ടല്ലേ ഞാൻ വന്നിനി. ഇത് ഈടുന്ന് ഇളകിയിട്ടുണ്ട്. ഈടുന്ന് പിന്നെ അന്നേ ഇളകിയ ഈ സൈഡ്. അവിടുന്ന് ഇളകിയാ? ആ, ഈടുന്ന് അന്നേ ഇളകിയ. ഇത് ഞാൻ കണ്ടിട്ട് മറ്റേ സൈഡ് ഇളകിയിട്ടുണ്ട്. രണ്ടും ഇളകി. ആ ഒരു ക്ലിപ്പ് ഇട്ട് വെക്കണം എപ്പോഴും. ആ ഇപ്പൊ ഓക്കെ. ഈ സൈഡ് ഓക്കെ. ആ പക്ഷെ ഈ സൈഡ് ഇന്നലെ ഇളകിയ. ഒന്നെങ്കിൽ ഓടിച്ചു പോകുമ്പം ഒരു കുഴിയിലിങ്ങനെ അടിച്ച്. കുഴിയിലടിച്ചിട്ടാ, അത് ഉറപ്പാണ്. എന്നാലും ഇത് പൊട്ടി. കാരണം ഇത് ഇവിടുന്ന് പൊട്ടണമെങ്കിൽ ഇവിടെ അടി വരണം. അല്ലാണ്ട് പൊട്ടില്ല. പക്ഷെ മീൻസ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കൊറേ ഇങ്ങനെ ചളികൾ ഉണ്ടാടാ. ചളിയും കുഴികളെല്ലാം ഉണ്ടാടാ. ഓക്കെ. അന്നേരം ഇടിക്കാണ്ട് ഒരു തട്ടാണ്ട് അത് അവിടുന്ന് പൊട്ടൂല. ചളിയിൽ ടയർ മാത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അവിടുന്ന് പൊട്ടൂല. പക്ഷെ വേറെ അടിയില്ലല്ലോ. ഇത് മാറ്റാൻ അല്ല, ഇതിപ്പം ഒരു ഇതിലടിക്കുന്നതാണെങ്കിൽ ഈടിയും പറ്റും, ബാക്കിലും എന്തെങ്കിലും പറ്റൂലേ? ഒരു സൈഡ് ഇങ്ങനെ കുഴിഞ്ഞ. അന്നേരം ആ സൈഡിലും പറ്റൂലേ? ഇല്ല, ഒരു സൈഡ് ഇങ്ങനെ കുഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തെ ബ്രേക്ക് വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് ബാക്ക് വിട്ടെടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്ക് ആ കുഴിയിൽ പെടില്ലോ. സോ ഇത്രയും ചളി ആവുന്ന രീതിയിൽ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ലിപ്പ് ഇങ്ങനെ സ്നാപ്പായി. അതാണ് സംഭവിച്ചത്. എൻ്റെ IQ ലെവൽ വെച്ച് എനിക്ക് അതാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഓക്കെ. പിന്നെ 3 മണിക്ക് നീ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വൈ? അതൊന്നല്ല. നിന്നെ കണ്ടെന്നിറങ്ങിയ ചോദിച്ചിട്ടാ അത് ഇതിന്റെ റിഫ്ലക്ഷനാ. ഞാൻ ചോദിച്ചെന്താ പണ്ടാരത്? അത് കാണില്ല, എനിക്ക് കാണില്ല. ക്യൂട്ടല്ലേ ഞാൻ? അയ്യയ്യ മോഞ്ഞ. അല്ല, 3 മണിക്ക് അമ്മേനെ വിളിച്ചത് കിടക്കാനാകുമ്പം അറിയേണ്ടി കഴിഞ്ഞതാ. ഉറങ്ങാനാകുമ്പം അറിയേണ്ടി കഴിഞ്ഞതാ. ഞെങ്ങിപ്പോയതാ. ആ വീട്ടിലെത്തിയ പിന്നെ വിളിച്ചേ. കാണാതെ പോവാ. ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ എണീറ്റ് വിചാരിച്ചോ
ഇന്ന് ബമ്പർ ലിപ്പ് ഓർഡർ ചെയ്യണം. അപ്പോഴേക്കും ഇത് സംഭവിച്ചു. ഇറ്റ്സ് എ സൈൻ ഫ്രം ദ യൂണിവേഴ്സ്. ഗൈസ്, നമ്മൾ ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഞാനാണ് ഈ വണ്ടി പിന്നെ ജോലിക്കെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പിന്നെ മണ്ണും പൊടിയും ചളിയും എല്ലാം ഉണ്ട്. ഇത് മെമ്പേഴ്സ് ഉള്ളിലാണല്ലോ. ഇത് മെമ്പേഴ്സ് അല്ലേ? അങ്ങനൊന്നും ഇല്ല ശരിക്കും. ഇല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് ഔട്ട്ഡോർ വാഷ് ചെയ്തിട്ട് ഉള്ളിൽ കുറച്ച് വാക്കും കാര്യങ്ങളൊക്കെ പിടിച്ച് ഒന്ന് നീറ്റാക്കി വെക്കണം. അതിനെ വന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്യണം. സൈഡിൻ്റെ വണ്ടിയിലേക്ക് വെക്കാം. അത് പക്ഷേ ബാക്കിൽ വെക്കാൻ പറ്റുമോ? പിന്നെ ഡോഡ്ജ് വാഷ് ചെയ്യാനായി. ഡോഡ്ജിന് ഇന്റീരിയർ മൊത്തം ക്ലീൻ ആക്കണേ. ഡോഡ്ജ് വാഷ് എനിക്ക് ഒന്ന് ബമ്പർ ലിപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നേ വാഷ് ചെയ്യണം. അത് ഇടുന്നതിന്റെ മുന്നേ. കാർബൺ വാങ്ങിയാലോ? ആളില്ല, ആള് വരും. കാർബൺ വാങ്ങിയാലോ? കാർബൺ ഫൈബർ. ബേസിക് വാഷ് outside. What's that? Yeah, I'll get the $10 one. What is it? Yeah. I don't want the membership. Thank you. Nah, I'm good. Thank you. ഒന്ന് പുറത്തേക്കൂടെ ഓടിച്ചിട്ട് വരാം. ഇവിടെ നോക്കി നമ്മളെ വീട് കാണും കേട്ടോ. ഇല്ല. ആ ഒരു ലൈനിൽ നമ്മളെ വീട്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വീടെടുക്കാൻ വന്നവരില്ലേ, ഒന്നും ഉണ്ടായില്ല. ഒരു സ്ഥാനം ഉണ്ടായിട്ട, മൊത്തം തരിശു ഭൂമി. നമ്മളെ ഫുള്ളില്ലേ ഈ ബിൽഡിങ്ങുകളൊന്നും ഉണ്ടായിട്ടാ. ഒന്നും ഉണ്ടായില്ല, മൊത്തം തരിശു ഭൂമി. പക്ഷെ അവിടെ 2 വീട് ഉണ്ടായിട്ട്. ഇതും ഉണ്ടായിട്ടാ. വലിയ ബിൽഡിംഗ് കിടുന്ന കേട്ടോ. ഒരു പ്രീമിയം കാർ വാഷ് വരുന്നുണ്ട്. ഓക്കെ, ന്യൂട്രലിടാം. ബാക്കിലോട്ട് പോകണം. റിവേഴ്സിലാവണേ. എന്നിട്ട് അമ്മ ന്യൂട്രോ തിന്നത് ഒറ്റക്ക് തിരിയുന്നു. എന്നാ സംഭവം പറയടാ. ന്യൂട്രൽ ഇടുന്നതിന് പറഞ്ഞ് റിവേഴ്സിൽ കൊണ്ടുപോയി. അപ്പൊ വണ്ടി ബാക്കിലോട്ട് പോയി. ബ്രേക്ക് പിടിച്ചിട്ടല്ലേ? ഞാൻ റിവേഴ്സിൽ വണ്ടി ബാക്കിലോട്ട് പോകുന്നവർ തോന്നി. ഞാൻ ബ്രേക്ക് പിടിച്ചു. Okay, thank you. മഴ. ഓ DJ. കൺമണി പൂവേ. ഫാൻസ് ഉണ്ട്. ക്ലാസ് അത് ഒറ്റമായിട്ട് ഞാൻ എക്സ്ട്രാ ക്ലീൻ ആക്കണം. അത് ശരിയാ. ഇത് പൊട്ടിയാലോ? ഇത് പൊട്ടിയാലോ? പൊട്ടിയാ തീർന്ന്. നമ്മളും കൂടി കുളിച്ചിട്ട് ഇറങ്ങും. അതാ സീനാണ്. നാട്ടിൽ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് കാർ വാഷ് തുടങ്ങിയാലോ? ഉണ്ടല്ലോ. ഉണ്ട്. ഞാൻ പറയുന്നു തുടങ്ങിയാലോ. ഓട്ടോമാറ്റിക് ഉണ്ട്. ഗൈസ് ഉണ്ടാ? നാട്ടിലുണ്ടാ ഓട്ടോമാറ്റിക് കാർ വാഷ്? എൻ്റെ ഒരു ഇതിൽ അവിടെ കൊണ്ട് നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുൾ ഹാൻഡ് വാഷ് ചെയ്ത് തരും. കിട്ടില്ല എന്നുവെച്ചാൽ കച്ചറ വണ്ടി കൊണ്ട് കൊടുത്തല്ലേ അടിപൊളിയാക്കി തരും. നമ്മുടെ നാട്ടിലാണ്. ഇവിടെ ഫുള്ള മെഷീനാണ്. അവർ അധികം ക്ലീൻ ആവുകയും ചെയ്യില്ല. ഒരു ഓവറോൾ ആവും, പക്ഷെ എന്നാലും ഡീറ്റെയിൽ ആവില്ല. നമ്മൾ ഡോഡ്ജ് കൊണ്ട് കൊടുക്കുന്ന സ്ഥലം ഇതല്ല, വേറെ സ്ഥലമല്ല. അത് നല്ല കിടനായിട്ട് റിമൊക്കെ നല്ല ക്ലീൻ ആക്കി തരും. ഡോഡ്ജ് എന്തായാലും ഞാൻ നാട്ടിലോട്ട് ഇറക്കും. അതിന് പേപ്പർ വർക്കിന്റെ കാര്യമെല്ലാം നോക്കണോ? അത് കുറെ ഓടാനുണ്ടാ പേപ്പർ വർക്കിന്. പിന്നെ അറിയുന്ന ഏജന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്മൂത്ത് ആയിട്ട് ചെയ്തു തരും. അവർ ഓൾറെഡി ഇറക്കി ശീലമുള്ളവരാണെങ്കിലേ. എന്താ ജോലിക്ക് പോകുമ്പോൾ അടിച്ചാ കല്ല് ഒന്ന് ആടെ അടിച്ചു. ഇവർ തമ്മിൽ ഇപ്പൊ മീറ്റ് ചെയ്യും. അവിടെ മീറ്റ് ചെയ്യുമ്പോ നമുക്ക് അടിയിടും. ഇപ്പൊ ഗ്രീൻ ആവേ.
കാർ വാഷ് കഴിഞ്ഞു. പിന്നെ ഇന്റീരിയർ ഒന്ന് നമുക്ക് വാക്കും പിടിച്ച് സെറ്റാക്കാം, അത്രയും. ആദ്യം നമുക്ക് വലിയ വലിയ ട്രാഷെടുത്ത് കളയാം. എന്നിട്ട് വീഡിയോ എടുക്കുമ്പോ ഈ പണ്ടാര സാറും പണ്ടാരടങ്ങാൻ വേണ്ടി. അതെ, അത് ശരിയാണ്. പക്ഷെ നമ്മള് വീഡിയോ എടുക്കുമ്പോ എപ്പോ ഉണ്ടാവില്ല. അതാ പറഞ്ഞ ഇതാ നമ്മളെ ഹാർനസ്. എന്റെ മോനെ ചൂടായില്ല. ചൂടല്ല, ഇപ്പൊ ഇവിടെ അടിച്ചു ആവുന്നു. അത് വേനെടുക്കുമ്പോ നമ്മൾ ആക്കുന്ന സൗണ്ട് അതല്ലേ. ആവും ആവും. യുദ്ധത്തിന് പോയിട്ട് ഓ ഇത് ട്രാഷാണ്. പുതിയ ലാപ്ടോപ്പ്, കമ്പനി ലാപ്ടോപ്പാണ്, എന്റെ അല്ല. തരും. ഇത് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തരും. പിന്നെ ഇല്ലേടാ വേറെ സംഭവം ഉണ്ട്. ഇത്രയും നാള് നമ്മള് പിന്നെ നമ്മളെ യൂട്യൂബ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല നമ്മളെ ക്ലോത്തിങ് ബ്രാൻഡ് കൊണ്ടുപോയത്. അതുകൊണ്ട് പ്രീമിയം പ്രൈസിങ് ആയിരുന്നു ഇത്രയും നാള്. പക്ഷെ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഗിവ് അവേ, ഒന്നാമത് ഐഫോൺ ഗിവ് അവേ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ കുറേ ഇതുണ്ട്. വൈറ്റ് സോൺ 1 വർഷമായി തുടങ്ങിയിട്ട്, ചാനലല്ല ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ട് 1 വർഷമായി. പിന്നെ എൻ്റെ ബർത്ത്ഡേ, പിന്നെ വേറെന്തോ ഒന്നും കൂടി ഇല്ല ഓഗസ്റ്റിൽ. ഓണം, സെപ്റ്റംബർ ഓഗസ്റ്റ് എൻഡ് ആകുമ്പോഴാണ് ഓണം പരിപാടി, ഓണം ഷോപ്പിംഗ് എല്ലാം ചെയ്യുക. അതുകൊണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ഉള്ള റേറ്റിലേക്ക് നമ്മളെ പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം 1500 താഴെയാക്കിയിട്ട്, മറ്റേ 2000 ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം 1500 താഴെയാക്കിയിട്ട് നമ്മളെ യൂട്യൂബിൽ ഓഡിയൻസിനും കൂടി വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങേണ്ട രീതിയിൽ ഞാൻ പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാക്സ് എക്സ്ട്രാ ഒന്നും നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ കാണുന്ന ആ പ്രൈസ് മാത്രം അടച്ചാൽ മതി. പിന്നെ ഷിപ്പിംഗ് 2 ഡേയ്സിൽ നിങ്ങൾ വീട്ടിലേക്ക് എത്തും. ഓണം ഷോപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ ബ്രാൻഡ് കൺസിഡർ ചെയ്യാം. വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗിവ് അവേൻ്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് എൻ്റെ ബിഗ് അനൗൺസ്മെൻറ്റ് ഫോർ ടുഡേ. പൊളിയായിട്ടാ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഡോജ് കൊണ്ടൊന്ന് പുറമേ ഒന്ന് കഴുകിയതേലും. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം. ഇത് ഈ ഇടയ്ക്കിങ്ങനെ ഇങ്ങനെ കല്ലെല്ലാം ഒട്ടിക്കുന്നുണ്ടെങ്കിലേ പിന്നെ ഇങ്ങനെയും ചെയ്യാം. ചോര കാണിച്ചേ. അത്രയെല്ലാം മതി ചേട്ടാ. ഇതിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കണ്ടല്ലേ? അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മളെന്തിനാ കുളിക്കുന്നില്ല. വണ്ടി കണ്ടാ ചലഞ്ചർ. അതങ്ങനെ അടിച്ച പൊട്ടത്തരാണ് എല്ലാ സീറ്റിലും എല്ലാം. ഇല്ല, നമ്മളെ ഇതിനുള്ള വാക്കം പിടിക്കൂലടാ. ഞാൻ ഇത് ഇടയ്ക്കുള്ള സാധനം കാണാൻ എന്നാ കളിക്കുന്നേ. ഓട്ടോമേഷൻ ഫുള്ള് പോണല്ലേ. പോയി ക്ലീനായി. ഇതെന്താ അറിയാ, ഇതെന്തുപോലെ അറിയാം തോന്നാൾക്ക്. നോക്കി അതെന്താ അറിയാത്, നമ്മളെ അടിച്ചിട്ട് നമ്മള് റൂമിൽ പോയി കാര്യമില്ലേ, ഒച്ചാക്കാനും പറ്റൂല, ഒച്ചത്തിൽ കരയാനും പറ്റൂല. നമുക്കിനി അപ്പുറം പോയി പിടിക്കാം. ഓവറോൾ വണ്ടി ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പുറമേ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് പണ്ട് അടിച്ചേട്ടാ, അത് കുഴപ്പമില്ല. വലിയൊരു ചെയ്യുന്നില്ല. ഒന്ന് ആ വലിയ മെയിൻ പൊടികളൊക്കെ ഒന്ന് കളഞ്ഞ് ഇൻറ്റീരിയറൊക്കെ ഒന്ന് ലെവലാക്കി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ പഴയ വണ്ടിയായതുകൊണ്ട്, പിന്നെ ഞാൻ ജോലിക്ക് എടുക്കുന്ന വണ്ടിയായതുകൊണ്ട് അധികം ഈ ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീണ്ടും എടുക്കേണ്ട സംഭവമാണ്. ഇവർ പറഞ്ഞ പോലെ ഇത് പ്രസാദിൻ്റെ സാധനം. ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ അത്യാവശ്യം കടയിൽ നമുക്ക് കടയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലീനാക്കി വെച്ചാൽ. വീട്ടിലേക്ക് ഫ്ലൈറ്റ് ഒന്നും കയറി പോകണ്ടല്ലോ, എനിക്ക് ഇവിടെ നടക്കാനുള്ള ദൂരമില്ലല്ലോ. അതാ ഒന്നും വേണ്ട, വീട്ടിലേക്കോ നമുക്കിനി ബമ്പറിൽ ഓർഡർ ചെയ്യാം. ഇന്ന് അത് പ്രയോറിറ്റിയാണ്, നമ്മൾ അത് ചെയ്യണമെന്ന്. എന്നിട്ട് നമ്മൾ ബമ്പറിൽ ഇപ്പോൾ വന്നിട്ട് അത് മാറ്റുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഒരു കാര്യം താഴെ കമന്റ് ആയിട്ട്, പിന്നെ ഞാൻ ക്ലീൻ ഷേവ് അടിച്ചോണ്ടിരിക്കണോ അല്ല വളർത്തണോ?
കുറെ ആൾക്കാർ പറയുന്നുണ്ട് ക്ലീൻ ഷേവ് അടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് താടി കട്ടിക്ക് വളർന്നോണ്ടിരിക്കും. ആടോണോ ആർക്ക് ഓരോ ആൾക്കാർ ജെനറ്റിക്സ് പോലെയാണെന്ന് തോന്നുന്നത്. ചിലപ്പോ നിന്റേത് ചിലപ്പം എനിക്കറിയില്ല നിന്റെ ചിലപ്പോ വരാണ്ട് നിന്നിട്ടുണ്ടെങ്കിലോ ക്ലീൻ ഷേവ് ചെയ്തിട്ട്. അതെ എന്റെ ഇപ്പൊ കുഞ്ഞു കുഞ്ഞായിട്ടില് വരുന്നില്ല, ഒന്നും കാര്യമായിട്ട് വരുന്നില്ലടാ. എന്തൊരു ചേലാണ് നെഞ്ചിലെ നീലാണ് ഹബീബി എന്നാ എന്നത് മീനാ ഫ്രിഡ്ജിന്റെ ഉള്ളിലാ ഡോജിന്റെ ആക്കോലാ. എടാ എടാ നിനക്ക് എന്തോ മാനസിക എന്തോ എടാ എടാ ഇവൻ വെള്ളം അടിച്ചിട്ട് എന്നാ വന്നത്? നിനക്ക് നല്ല ഇതുണ്ട് കേട്ടാ, സംശയമുണ്ട്. ആ നിനക്ക് ബോധമില്ലാത്തൊരു കളി കളിച്ചെന്ന് ഇപ്പൊ. പോക്കറ്റിൽ നിന്ന് ഗമ്മും എല്ലാം എടുത്ത് ഗമ്മ് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കിട്ട് താക്കോലും ഉണ്ട്. പോക്കറ്റിൽ എന്തെല്ലാം ഉണ്ടായിന്, പേഴ്സ് ഉണ്ടായിനി, എന്റെ ഫോൺ ഉണ്ടായിനി, ഗമ്മ് ഉണ്ടായിനി. ഗമ്മാന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. ഞാൻ അവിടെ പോയി ഉറങ്ങുന്നുണ്ടായിനി. നല്ല ഉറക്കം വന്നല്ലേ? ഞാൻ അവിടെ ഇങ്ങനെ മറ്റേ ലോങ് ആയിട്ടില്ല കിടക്കുന്ന പോലെ അതിങ്ങനെ സംസാരിക്കുന്നുണ്ടായിനി. അതിൽ എല്ലാവരും പൂളിച്ചാട് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കുറെ ആള് ചാടണ. ഞാനത് ട്രൗസർ വേറെ എടുത്തിട്ടില്ല വണ്ടിയുടെ ഉള്ളിൽ കയറാൻ. ഞാനതിലാണ് ഇരുന്ന് കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് അവരെല്ലാം പൂളി ചാടാൻ പോയി. ഞാൻ ഉറങ്ങി എണീച്ചു. എന്നിട്ട് പോവാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാരും പോയി. അപ്പക്ക് ഞാൻ ഉറങ്ങിയില്ലേ, എന്നിട്ടല്ലേ ഞാൻ വരുന്നത്. ഞാൻ അന്നേരം ഇവരോട് പറഞ്ഞ രാത്രിയാണ് പോണ്ട, പക്ഷെ പോയിട്ട് വന്ന് വിചാരിച്ചു. നമ്മക്ക് പിന്നെ പോയി അമ്മ ഗമ്മെടുത്തിട്ട് ഉള്ളിൽ വെക്കാൻ വേണ്ടി പോയതാണ്. നേരെ ഡോഡ്ജിന്റെ താക്കോൽ എടുത്ത് വെച്ചു. ചൂടല്ലേ? ഭയങ്കര ചൂടാ എന്റെ അമ്മോ. വണ്ടി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടേ. ആ സന്തോഷം. എന്നാ ആക്കുന്നിന്ന് മുട്ട എവിടെ? ഓക്കെ. ചേമ്പാ? ആ ചേമ്പ് വെച്ച വിഷയം. ഓ നടത് എപ്പോ പോന്ന്? ക്രിയേറ്റീവ് എടുക്കുന്നത് ഞാനില്ല. ക്രിയേറ്റീവ് എന്ന് വെച്ചാല് പുളി. ഈ ക്രിയേറ്റീവിന്റെ പ്രത്യേകത എന്ന് അറിയാം, ഇത് കെമിസ്ട്രി ലാബിൽ ഉണ്ടാക്കിയ റോസ് ആണോ? എന്താടാ അത് ഭയങ്കര വിഷയം. അത് മരുന്ന് പോലെ. എന്നിട്ട് ഞാൻ ഒരു സ്കൂപ്പ് എടുക്കും. ഇപ്പം ചെയ്തിട്ട് ഇപ്പോഴേ എടുക്കണം ക്രിയേറ്റീവ്. ക്രിയേറ്റിന് ഒരു ദിവസം എടുത്താൽ മതി എപ്പായാലും. ഇപ്പം എടുത്ത് ഛർദിക്കും. സീനാത്. ഞാനതുകൊണ്ട് പ്രോട്ടീന്റെ കൂടെ കഴിക്കും. അത് ഇതിങ്ങനെ എടുക്കും, തട്ടും വെള്ളം കുടിക്കും. പക്ഷെ നമുക്ക് ബോഡി വേണമെങ്കിൽ അങ്ങനെല്ലാം ചെയ്യണം. ബോഡി കാണണം നിങ്ങൾക്ക്. അങ്ങനെ വളയല്ല, നേരെ നിൽക്ക്. ഇങ്ങനെ നോക്കുമ്പോൾ നീ ബാക്കിലോട്ട് വളയുന്നു. നേരെ നിൽക്ക്. അതാ നിന്റെ നേരെ. ആ ബാക്ക് സ്ട്രൈറ്റ് ആയി വെക്ക്. ആ ഓക്കെ. ആ ഇടുന്നുണ്ട് ചെറുങ്ങന. അതാ ശരി. കടിച്ച് കഴിക്കാൻ പറ്റത്? സീരി കേട്ടു ഒന്നാക്കിയത് ഇപ്പം കടിക്കാൻ പറ്റില്ല. ചവച്ച് കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അമ്മിപ്പോ എന്തിനാ ചിരിക്കുന്ന അറിയാം ഗൈസ്? ഞാൻ പറഞ്ഞു വണ്ടീന്റെ ചുണ്ട് വാങ്ങാൻ പോയെന്ന്. ബമ്പറിൽ പൗഡർ ചെയ്യാന്ന് പറഞ്ഞു. അമ്മ എന്നാത് ചുണ്ട് ബമ്പർലിപ്പ് പറഞ്ഞ നമുക്കറിയാം. ഇങ്ങനെ അടുത്ത് പിടിക്കല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ട് ബ്ലോഗ് പിടിക്കും. അമ്മക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. അങ്ങനെ പിടിക്കുന്നേ നിങ്ങൾക്ക് അറിയില്ലേ? വീഡിയോഗ്രാഫർ അല്ലേ നിങ്ങൾ സംസാരിക്കും. കുറച്ച് ദൂരം പിടിക്കും. ഇത്ര അടുത്ത് വന്നാൽ നമുക്ക് ഒരു ഇതാവും. പ്രായമല്ല ആവുമ്പോ പ്രായം. ചുക്കുഞ്ഞുളി
എന്റെ പ്രായം കണ്ടില്ലേ? എന്റെ പ്രായം കണ്ടില്ലേ? കണ്ടില്ലേ? ഇതിലൊന്നും കാര്യമില്ല. നമ്പർ എന്ന് പറയാതെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മുഖം ശരിയാക്കാൻ പറ്റും. ഇപ്പൊ അമ്മേന്റെ മുഖം ശരിയാക്കാൻ പറ്റുമെന്ന് സംശയമാണ്. പോവാ. ചുണ്ടു വാങ്ങാൻ വരുന്ന റൂമിലെത്തണം. ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ ബമ്പർ ലിപ്പില്ലേ ഫ്രണ്ടിൽ അതിന്റെ ഒരു അരഭാഗം കൂടി പോയിട്ടുണ്ട്. അതെങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. ഇന്നലെ വൈകുന്നേരം വരെ ഉണ്ടായി. രാവിലെ ആകുമ്പോ കാണുന്നില്ല. പക്ഷെ ലൂസാ ഉണ്ടായി. താക്കോല് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച മാനല്ലേ മാൻ അല്ലേ? താക്കോല് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. വണ്ടിന്റെ ലിപ്പിന്റെ കഷ്ണം പോയി. എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി. അതുപോലെ വ്ളോഗിന്റെ രാവിലെ ഇട്ടിട്ടില്ല. ബ്രോ ഞാൻ അതാ പറഞ്ഞ ആടുന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ട് ഈടെ വന്ന് ഞാൻ ഉറക്കത്തിലെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്റെ കണ്ണടഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായി. ഞാൻ അമ്മേനെ വിളിച്ചാലും ഞാൻ വീട്ടിലെത്തിന്. ഞാൻ എന്നിട്ട് മുകളിൽ കയറി. എന്നിട്ട് ബ്രോ എനിക്ക് പാൻറ് പോലും വരാൻ സമയം കിട്ടില്ല. ഞാനില്ലേ അങ്ങനല്ല. ഞാൻ എന്നിട്ട് നേരെ പോയി കിടന്നു പാൻറ്റെല്ലാം ഇട്ടിട്ട്. ഞാൻ ഇന്ന് കുറച്ചേരം ഉറങ്ങാന്ന് ചോദിച്ചാൽ ആകെ കിട്ടുന്ന ഒരു ദിവസമല്ലേ. കുറച്ചേരം ഉറങ്ങി മെല്ലെ എണീക്കാൻ പറ്റും. പക്ഷെ തന്നെ സ്വിച്ച് ഓൺ ആയ പോലെ 7 മണിക്ക് എണീറ്റ് ഞാനിട്ട് ഓക്കെ വീഡിയോ വീഡിയോ ഇട്ട് നോക്കുമ്പോ ഒന്നുമില്ല. ഞാൻ എന്റെ റൂമിൽ പോയി നോക്കുമ്പോ ലാപ്ടോപ്പ് അടച്ചിട്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അപ്ലോഡ് ചെയ്യാൻ വിടുവല്ലേ. ലാപ്ടോപ്പ് അടച്ചിട്ട് ഞാൻ പോയിട്ട് വിളിച്ചു, എടാ വീഡിയോ ഇടണ്ടേ. ഞാൻ ചെയ്യാം. ഞാൻ ചെയ്തോളാം. ചെയ്യുന്നു. അന്നേരം 7 മണിയല്ലേ, അന്നേരം നാട്ടില് 5:30. അത് കഴിഞ്ഞ് ഒരു 8:30 വിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ എന്നാ ചെയ്യുമല്ലോ അല്ലേ. എന്നിട്ട് ഞാൻ പോയേ. ഞാൻ പോയിട്ട് എന്നിട്ട് കുറച്ച് നേരം കൂടെ ഉറങ്ങാന്ന് വെച്ചിട്ട് ഞാൻ കിടന്നു, തിരിഞ്ഞും മറിഞ്ഞ് കിടന്നു. കുറച്ച് വീണ്ടും ഞാൻ ഓണായോ എണീറ്റെ 8:30 നോക്കി. പോയി നോക്കുമ്പോ ഇവ നല്ല ഉറക്കം. പിന്നെ എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ വീട്ടിൽ പോയേ ഉറക്കം ഉണ്ടായിനി, പിന്നെ വിശപ്പും ഉണ്ടായിനി. പക്ഷെ ഞാൻ വന്നിട്ട് ഒന്നും കഴിച്ചിട്ടാ. എനിക്ക് എല്ലാം കൂടെ ആയിട്ട് അതാ ഞാൻ വിളിച്ചു. നിനക്ക് പറ്റില്ല പറ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നില്ലേ, വീഡിയോ ഉണ്ടേ, പ്രഷർ വെയിറ്റിംഗ് അല്ലേ. ചെയ്തു. ഞാനത് ഉറക്കത്തിലേ ഇന്നും മിസ്സായണേ ഗൈസ്. ഞാനത് ഉറക്കത്തിലേ ചെയ്തേ. അത് കുഴപ്പമൊന്നുമില്ല, നല്ല ചെയ്തു. അമ്മേ ഞാൻ ആടെ ഉറങ്ങിപ്പോയി. അടുത്ത സൈഡില് ഇല്ല, ആടെ ബീച്ച്, ആടെ മറ്റേ പൂളിന്റെ നീളില്ലേ കസാലില്ലേ, പൂളിന്റെ സൈഡിൽ വെക്കുന്നേ. ആടെ 3 ആളെ നമ്മൾ ഇരിക്കുന്നുണ്ടായിന്. കുറെ ആൾക്കാർ പൂളിലുണ്ടായിന്. പൂളിൽ ഇറങ്ങാൻ ഇവര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറക്കി, ഞാൻ വേറെ ട്രൗസർ എടുത്തില്ല, ഞാൻ പൂളിൽ ഇറങ്ങുന്നൊന്ന് പ്രതീക്ഷിച്ച് വന്നല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് എന്നാൽ നമ്മൾ ഇറങ്ങിട്ട് പറഞ്ഞു. അവര് പോയി. ഞാൻ കുറച്ചേരം റീൽസ് കണ്ടു. എന്നിട്ട് ആട് ഫോൺ ഇങ്ങനെ ഓണായിട്ട് തന്നെ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിട്ടില്ലേ, കണ്ണും തിരുമ്പി എണീക്കുമ്പോ എല്ലാരും പോയി. ആടെ ഒരാളിങ്ങനെ ചെയ്യാത്തത് പോലും. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നാ മോനെ വീട്ടിൽ പോകണ്ടേ? വീടുണ്ടല്ലേ, എനിക്ക് വീടുണ്ടല്ലേ. അതല്ലേ ഈ മണ്ടോ ചാർത്തി. അമ്മേന്റെ റിയാക്ഷൻ കണ്ടോ? അതിന്റെ ചുണ്ട് ചെറുങ്ങനെ മുറിഞ്ഞതാണ്. ചുണ്ട് മുറിയണമെങ്കിൽ കിസ് അടിക്കണ്ടേ? നീ എവിടെയോ കൊണ്ട് വണ്ടി കിസ് അടിച്ചിട്ടുണ്ട്. അമ്മ ഈ സൈഡിൽ വണ്ടി കൊടുക്കല്ല. ഇത് പിന്നെ അന്നേ പൊട്ടിയാണല്ലേ ഈ കഷ്ണം എങ്ങനെ പോയി? അത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം. ശ്രീയനോട് പിന്നെ ചോദിക്കാൻ പറ്റില്ല, ഓന് ഉറക്കപ്പിച്ചാണ്ട് ഫ്രിഡ്ജിന്റെ ഉള്ളതും താക്കോല് വെച്ച്. അതുകൊണ്ട് ഓനെ അറിയില്ല എന്താ സംഭവിച്ചത്. ശരിക്കും അങ്ങനെ എനിക്ക് ഇങ്ങനെ ഡിസി ആയിട്ടാണ്. എന്റെ കണ്ണിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നെ. അതെന്തുകൊണ്ടാ അറിയാം, ശരിക്കും ഞാൻ പാസ് ഔട്ട് ആവാൻ പോയതാന്ന് തോന്നുന്നു. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഫുഡ് വിശക്കുന്നുണ്ടായിരുന്നു നല്ലോണം. ബാഡ് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഒരിക്കലും ഉറക്കപ്പിച്ചില് നമ്മൾ സൈഡാക്കി 5 മിനിറ്റ് ഉറങ്ങിയിട്ട് വണ്ടി ഓടിക്കണം. അത്ര പോലും അത് ഭയങ്കര ഡേഞ്ചറാണ്. ഒരു ജീവനാന്ന് പോകുന്നു, മനസ്സിലായ? അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാല് ഇന്നലെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ
അങ്ങനെ വരണം നിർബന്ധമൊന്നുമില്ല. അല്ല വീഡിയോ അടിച്ചേ. നല്ല അടിപൊളി അവര് അങ്ങനല്ല, അവര് വീട്ടിന്റെ ഉള്ളിലുണ്ടായിനി. അവരിങ്ങനെ എല്ലായിടത്തും ഉണ്ടായിനി. ഞാൻ ഉറങ്ങി, എന്നിട്ട് ഞാൻ എണീക്കുമ്പോ അവരെ കാണുന്നില്ല. അവര് ഉള്ളിലുണ്ടായിന്. അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു ആവശ്യമാന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഞാൻ ഇവിടെ എത്തി, ഫ്രിഡ്ജിൽ വെച്ച് താക്കോൽ. കൈക്കധികം കട്ടിയൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ സമയത്താണ് വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടാവുന്നു. പൊള്ളിച്ചാവും. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമില്ല. ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകണം. അമ്മേന്റെ വണ്ടി പുറമെ ക്ലീൻ അല്ല. അമ്മേന്റെ വണ്ടി ക്ലീൻ ആക്കിയ ഉള്ളിലുള്ള വാക്കൊന്നും പിടിച്ച് പാർക്ക് ചെയ്ത് ആരാന്ന് വെച്ചാല് ഞാനല്ലേ. താങ്ക് യു. ഒരു 50 ഒരാഴ്ച. നമ്മൾ ആദ്യം വാങ്ങിയത് നമ്മള് വാങ്ങിയത് ശരിക്കും ഈ വെബ്സൈറ്റിൽ നിന്നാണ്. പിടിച്ച കാവുങ്ങട്ടെ അമ്പലത്തില് പാട്ടല്ലേടേ കേക്കണത്, നേരം വേളുത്തടി പെണ്ണ് കട്ടൻ തിളപ്പിക്ക് പുന്നാരെ, നേരം വേളുത്തടി പെണ്ണ് കട്ടൻ തിളപ്പിക്ക് പുന്നാരെ. ഗൈസ്, എല്ലാവരുടെയും കാത്തിരിപ്പിന് ഒരവസാനം നമ്മളിതാ ബമ്പർ ലിപ്പ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോണ്. ബമ്പർ ലിപ്പ് ഉണ്ടാകുമ്പോ ഒരു വണ്ടിക്ക് ഒരു ഡോഡ്ജ് വൈറ്റ് ബോഡി ഒന്നുമല്ല, GT 2018. ഇതല്ലേ നമ്മളിലുള്ളത്. ഡിഫ്യൂസർ ഡിഫ്യൂസർ കിടിലേ. ഇങ്ങനത്തെ സാധനം വെക്കാൻ നമുക്ക് ആഗ്രഹം. അത് ഇവര് വെക്കും. ഇതല്ലേ ബമ്പർ ലിപ്പ്. ഇതാണ് നമ്മൾ ഇത്രയും നാൾ വാങ്ങിയത്. ഇത് ക്ലീൻ ആണ്, പക്ഷെ ഇതിന് അത്ര ഒരു സുഖമില്ല. ഈ ഡബിൾ വരുന്നല്ലേ ഇപ്പൊ ഇല്ലേ, ഈ അടിയിലത്തെ ഭാഗം പൊട്ടിക്കഴിഞ്ഞ് ഇതുപോലെ ഉണ്ടോ? ഇതാണ് സൈഡ് സ്കേർട്സ്. ഈ ഒരു ലുക്കാണ്ട് അവര് വൈറ്റ് ബോഡി ചെയ്യാണ്ട് നമ്മള് സൈഡ് സ്കേർട്സും പിന്നെ ഡ്രോപ്പും ചെയ്താല് നോക്കിയേ, ഇരുന്നോളൂ അവിടെ. ബ്രോ, നമ്മളെ വണ്ടി കിടിലാണ്. ഇത് കാർബൺ ഫൈബർ ഉണ്ട് കേട്ടാ. കുറവുണ്ടോ? സോൾഡ് ഔട്ട്. മാറ്റ് ഉണ്ട്, ഗ്ലോസ് അല്ല അതിനെ കിട്ടുന്നത്. ഇതാണ് മറ്റേ സാധനം പറഞ്ഞ മുകളിൽ വെക്കാനല്ല, മറ്റേ അത് കിടണല്ലേടാ. നൈസാ. ഇങ്ങനല്ലേ ചെറുത്, നൈസാ ചെറിയൊരു സാധനം. വൈറ്റ് ബോഡി രക്ഷയില്ലാത്ത ലുക്കാതെ. നമ്മളെ വണ്ടി വൈറ്റ് ബോഡി ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഒക്ടേൻ റെഡ്. ഒക്ടേൻ റെഡ് വൈറ്റ് ബോഡി ചെയ്ത് കഴിഞ്ഞാൽ കിടിലം തീ പാടുന്ന ലുക്കായിരിക്കും. അതെടുത്ത നമ്മളെ ഓക്കെ മറ്റേ നോക്കിയടാ. അയ്യോ, ഇപ്പം കണ്ടിട്ടുള്ളത് ഒരു ഹുഡ് റാപ്പ് ചെയ്തിട്ട്. ഓക്കെ, റെഡ് കാലിപ്പസ് അത് സുഖമില്ല. മഞ്ഞ നല്ലത്, നല്ലതാണ്. പക്ഷെ നമ്മള് റിമ്മ് ബ്ലാക്ക് അടിച്ചല്ലേ സെറ്റ് ആയിരിക്കും. ഇങ്ങനത്തെ റിമ്മ് കണ്ട ഇപ്പൊ നൈസ് ലുക്കല്ലേ. ഇങ്ങനെ രസം ഉണ്ടല്ലേ, ഫുൾ വരാല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ചേഞ്ച് വേണ്ടേ? എപ്പോ ഒരേപോലെ ആയാൽ മതി നമുക്ക്. തീർച്ചയായും. വെള്ള രസം ഉണ്ടാട്ടാ. വെള്ള പോയിടാ, എനിക്ക് ഇഷ്ടമല്ല. തോന്നിട്ട് വെള്ള അലമ്പാ, അത് സുഖമില്ല. സിൽവർ കളർ അല്ലേ. രസമുണ്ടല്ലേ. ബ്ലാക്ക് പിന്നെ രസമുണ്ട്. വര ഇതാണ് നമ്മളെ വണ്ടി. നമുക്കില്ലേ എന്നാ വാങ്ങണ്ടെന്ന് ബമ്പർ ലിപ്പ് മാത്രം. ഇത് എങ്ങനെ ഉണ്ടാവും ഡ്രോപ്പ് ചെയ്താല്? പക്ഷെ അതെന്നേരം ഫുൾ ടൈം ഡ്രോപ്പ് ആയിരിക്കൂലേ? അത് ഓടിക്കാൻ അറിഞ്ഞാൽ മതി. ഹൈവേയിലൊന്നും ഡ്രോപ്പ് ചെയ്ത വിഷയമൊന്നുമില്ല, ഒന്നുമില്ല. ഹൈവേയിൽ ബമ്പർ ലിപ്പ് വെച്ചിട്ടാണ് 2 വട്ടം അടിച്ച് പൊട്ടിയത്. അത് നോക്കി ഓടിക്കണം. അതെങ്ങനെ നോക്കി ഓടിക്കല്? ഹൈവേയിൽ പെട്ടെന്ന് ഒരു സാധനം ഫ്രണ്ടിൽ ഉണ്ടാവുമ്പോ പെട്ടെന്ന് ഒരു സാധനം ഒരു ചെയിൻ വന്ന് അടിക്കുമ്പോ നമ്മൾ എങ്ങനെയാണത്? അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ പറഞ്ഞേ, കുറച്ചും കൂടെ ലിപ്പില്ലായിരുന്നു ഒന്നും പറ്റില്ലായിരുന്നു വണ്ടിക്ക്. ക്ലീൻ 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 ഫുൾ ബ്ലാക്ക്. എന്റെ ഡ്രോപ്പ് ചെയ്യുമ്പോ ഒരു കില്ലടി ലുക്കല്ലേ. ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ഡല്ല സാധാരണ നമ്മളെ പോലെ. ഡ്രോപ്പ് നൈസാട്ടാ. ഡ്രോപ്പ് കിട്ടുന്ന എത്ര നോക്കട്ടെ.
വണ്ടി ഡ്രോപ്പ്. എനിക്ക് ആക്ച്വലി ചെയ്യുന്ന ആഗ്രഹമുള്ള സംഭവം എന്താ അറിയാം, ആ മോഡ് എഫക്ട്സിന്റെ ഒരു കാർമീറ്റ് ഉണ്ടായിട്ടേ. ഇതാണ് വൈറ്റ് ബോഡി കാർമീറ്റിന് ആ ഒരു സാധനം ഫുൾ കിറ്റ്. ഫ്രണ്ട് ബമ്പർ തൊട്ട് ബാക്ക് ഡിഫ്യൂസർ വരെ ഇതിൽ തന്നെ ലിപ്പും എല്ലാം ഉൾപ്പെടും. അത് പിന്നെ കിറ്റായിട്ട് വരുമല്ലേ ചെയ്യാം. അത് പിന്നെ അത് ബ്ലാക്ക് കളറിൽ വരുമല്ലേ ചെയ്യാം. നമ്മളെ പെയിന്റ് അടിക്കണം. പെയിന്റ് അടിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്യണം മൊത്തം. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ ഇത് വണ്ടീൻ്റെ ഇത് മാറ്റണം, റിമ്മ്. ഏത് വൈറ്റ് ബോർഡിൻ്റെ റിമ്മാ? പിന്നെ ടയർ മാറ്റണം. അപ്പോൾ 1700 പാർട്സിന് മാത്രം ഒരു 3000-4000 $. എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് പുറത്തിറക്കുമ്പോൾ ലുക്കായിരിക്കും. നമുക്ക് ഇപ്പം വേണ്ടത് നമുക്ക് വേറെ വെബ്സൈറ്റ് നോക്കി നോക്കാം. വേറെ നോക്ക്, ബമ്പറിൽ ഇപ്പം നോക്ക്. കർബനോ നോ 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 ഒന്നല്ല 2 എണ്ണം നമ്മളൊരു ലിപ്പും വാങ്ങുന്നുണ്ട്. പിന്നെ ബാക്കത്തെ ഒരു വെടിക്ക് 2 പക്ഷി സ്പോയിലർ വിങ്ങും വാങ്ങുന്നുണ്ട്. ഓ ഇത് പിടിച്ചേ ഗൈസ്. ഇങ്ങനെ കുറച്ച് ആയിട്ട് മെല്ലെ മെല്ലെ നമുക്ക് ചെയ്യാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ സുഖമില്ല. മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഇവഞ്ച്വലി നമ്മൾ കിഡിലൻ ലുക്കിലേക്ക് നമ്മൾ വണ്ടി മാറ്റും. എനിക്ക് സെറാമിക് കോട്ടിങ്ങും പെയിന്റും ആണ് ചെയ്യണം എനിക്ക് ആഗ്രഹം. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പുത്തൻ വണ്ടി പോലെ ഉണ്ടാവും. പിന്നെ ഇന്ത്യയിൽ മറ്റേ സീറ്റെല്ലാം ലെതർ സീറ്റ് ആക്കിയിട്ട് നല്ല ഫുൾ ക്ലീൻ സീറ്റൊക്കെ ആക്കി അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആഗ്രഹമുണ്ട്. നോക്കാം, നമുക്ക് സെറ്റാക്കാം, നമുക്ക് ഉഷാറാക്കി എനിക്ക് വൈബായിട്ട് എനിക്ക് പവറായിട്ട് എനിക്ക് നമ്മൾ പൊളിക്കാൻ പോകുന്നതിന് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് അജിയാണ്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് മാറ്റാം. ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം വന്നിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ. പാട്ടത് ഏതോ വെഞ്ചറാ. ആലത്തൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടണ ഒരാൽമരം കണ്ടേ ഞാൻ. അലിപ്പഴം പൊത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. പാവാട പ്രായമ പെണ്ണെ സൂക്ഷിച്ചിടണോ, പ്രായം കഴിഞ്ഞ പെണ്ണെ. സോൾഡ് ഔട്ടോ? പ്ലേസിംഗ് ഓർഡർ. കമോൺ വാങ്ങിയ നീ എന്റെ കയ്യിൽ കൊടുത്ത പാവാട പാട്ട്. താങ്ക് യു ശ്രീരാഗ്. നമ്മൾ ഓർഡർ കംപ്ലീറ്റ് ആയ ഓഗസ്റ്റ് 6 ഉം 8 ബിറ്റ്വീനിലെത്തും. അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് എന്റെ ബർത്ത്ഡേക്ക് മുന്നെത്തും. ബർത്ത്ഡേ സ്പെഷ്യൽ ആവട്ടെ. കൊടുക്കൊരു പോക്കറ്റ്. ഓക്കെ, സെറ്റ്. അപ്പൊ അതായില്ലേ നമ്മൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സംഭവം ചെയ്ത്. നൈസ്. വേറെ ഒന്നുമില്ലല്ലോ. നീ ഇപ്പൊ ജിമ്മിൽ പോകൂലേ? എനിക്കൊരു സ്ഥലത്ത് പോകാണ്ട്. പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കാണാം. ഇവർ ജിമ്മിലെല്ലാം പോയി വർക്കൗട്ടെല്ലാം ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ കാണാം. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പ്രോഗ്രാം 60% റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ആഴ്ച ഫുൾ അത് ശ്രീരി എഡിറ്റ് ചെയ്ത് തീർക്കും. പിന്നെ ബാക്കി 40% 2 ദിവസത്തിനുള്ളിൽ ഞാനത് റെക്കോർഡ് ചെയ്ത് തീർക്കും. എന്നിട്ട് അതും കൂടി തീർത്തിട്ട് ഫിംഗേഴ്സ് ക്രോസ്ഡ് നമുക്ക് ഞായറാഴ്ച ഇറക്കാൻ പറ്റുമോ? ശ്രീരി പറ. അരിപ്പൊടി ജീരകം പറ്റുമോ? കാര്യം ചുറ്റും വെറുതെ വാഗ്ദാനങ്ങൾ കൊടുക്കാനൊക്കെ ഇഷ്ടം. ഞായറാഴ്ച വേണ്ട, പറയുന്നില്ല. എത്ര ദിവസം ഇന്ന് ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ചക്ക് ഒരാഴ്ച പറ്റുമോ? യു ഷുവർ? ഓക്കെ. അപ്പോൾ അടുത്ത ഞായറാഴ്ച ഹോപ്പ്ഫുള്ളി. പിന്നെ ഈ ലോഞ്ച് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു വെബിനാർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വെബിനാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടി വന്നിട്ട് എന്തെല്ലാം ഞാൻ പറയാൻ പോകുന്നുള്ള സംഭവങ്ങളെല്ലാം ഒരു ഡിസ്കൗണ്ട് പറയാം. ഒരു എല്ലാവർക്കും കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ലൈവ് ഞാൻ 1 മണിക്കൂർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. എന്തെങ്കിലും മാറ്റമാണെങ്കിൽ ഞാൻ വരും വ്ളോഗുകളിൽ അറിയിക്കാം. ഓർമ്മയില്ല റെഡിയാകാൻ പോകുന്നുണ്ടായത് നല്ലൊരു മെസ്സേജ് വന്നത്. മെസ്സേജ് ഞാൻ കാണിക്കുന്നില്ല. അതിൽ പറഞ്ഞൊരു ഓവറോൾ സംഭവം എന്നറിയാം.
വൈറ്റ്സ് ഓൺ 5K തൊട്ട് കാണാൻ തുടങ്ങിയ ഒരാളാണിത്. മച്ചാനെ നീ വീഡിയോ കാണുകയാണെങ്കിൽ ഭയങ്കര അങ്ങനത്തെ മെസ്സേജ് വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ചാനൽ കാണാൻ തുടങ്ങിയ ആൾക്കാരുണ്ട്. ഇതിൽ കാണുന്നവരിലുണ്ട്. ഇപ്പോൾ ഈ മെസ്സേജ് അയച്ച ആളും 5000 സബ്സ്ക്രൈബേഴ്സിൽ കാണാൻ തുടങ്ങിയ അവർ എന്ന് വെച്ചാൽ ആദ്യം ലൈഫിൽ ഇങ്ങനെ ഫൺ 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 എല്ലാം ഫണ്ണാണ്. എനിക്കിത് ഫണ്ണാവണം, ഇത് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ ആയി. ഇപ്പം അവന് കുറച്ച് പ്രായമൊക്കെ വന്നു. പ്രായം വരുമ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ മാറുന്നവൻ മനസ്സിലായ ചുറ്റുമില്ലെല്ലാം മാറാൻ തുടങ്ങി. അപ്പോൾ അവൻ മനസ്സിലായി നമ്മളതിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവില്ല എന്നുള്ള സംഭവം അവന് ഫീൽ ചെയ്തു. പിന്നെ ലൈഫ് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. ഇപ്പം വീഡിയോസ് ഭയങ്കരമായിട്ട് അവൻ്റെ ലൈഫിൽ കണക്റ്റ് ആവുന്നുണ്ട്. അത് കേട്ടപ്പോൾ സന്തോഷം. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ പിള്ളേർ ആദ്യം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തത് ഫുൾ ഫൺ എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തത്. പക്ഷേ ഇപ്പം നമ്മൾ ആസ് എ ചാനൽ വളരാൻ തുടങ്ങി, നമ്മളും വളരാൻ തുടങ്ങി, നമ്മൾ കുറച്ചും കൂടി ലൈഫിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ അതും കൂടി ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പം അവരുടെ ലൈഫും കൂടി അങ്ങനെ മാറാൻ തുടങ്ങി. ചെറിയ പിള്ളേരിൽ ഇപ്പോൾ വളർന്നില്ലേ, അപ്പോൾ അവർക്ക് ലൈഫ് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു പ്രായമായി. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഒരുപാട് DMs വരുന്നുണ്ട് വീഡിയോസ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വീഡിയോസിൽ ഓക്കെ അടുത്ത് 1 മില്യൺ അടിക്കണം എന്നല്ല നോക്കാം. കാണുന്ന 20,000 ആൾക്കാരാണെങ്കിൽ ആ 20,000 ആൾക്കാർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവണം നമ്മുടെ വ്ളോഗിലൂടെ. അവർ കുറച്ചും കൂടി കാണുമ്പോൾ വെറുതെ സമയം കളഞ്ഞൊന്നും തോന്നരുത്. അതാണ് എൻ്റെ ലക്ഷ്യം. വേറൊന്നും പറയാനില്ല. വൈകുന്നേരം കാണാൻ മനസ്സിലമ്പിളി വിളക്ക് പോലെ തെളിയുമേ. നമസ്കാരം. എപ്പോ എന്തോ ഇടിക്കുന്ന പോലെ കളിക്കും വ്ളോഗ് എടുക്കുമ്പോൾ. അങ്ങനല്ലടാ, ഞാൻ ഇത് നോക്കിയാ നമ്മളെ മിസ്സായി SD കാർഡാണെന്നോ നോക്കിയതാണ്. അപ്പൊ അല്ല, നമുക്കൊരു SD കാർഡ് മിസ്സായി ഗൈസ്. ഒരു 256 GB SD കാർഡ് മിസ്സായി. അത് എവിടെ പോയെന്ന് ഒരു പിടിയില്ലേ. ഞാൻ ഒളിപ്പിച്ച നീ ഒളിപ്പിച്ചാ? ഓക്കെ. നോക്കിട്ട് കാര്യമില്ല, കുറച്ച് ദിവസമായില്ലേ പോയിട്ട്. ഇപ്പൊ എന്റെ മൈൻഡിൽ കോട്ട് മറക്കല്ലേ. ഡെയിലി കോട്ട് സമയമായി അല്ലേ? സമയമായി ഉണ്ട്. എന്റെ മൈൻഡിലൊരു തോട്ടുണ്ട്. ഗൈസ് ഞാനിപ്പോ പുറത്തു പോയി വന്നേലു. സൈഡ് ജിമ്മിലെല്ലാം പോയിട്ട് വന്നു അല്ലേ. എന്താ ചെയ്ത് പിന്നെ ഉറങ്ങിയ? ജിമ്മിൽ പോയി വന്നു. പ്രോഗ്രാമിന്റെ എഡിറ്റ് ചെയ്തല്ലേ കുറച്ച്. അത് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ അടുത്ത വെള്ളിയാഴ്ച അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ വെബ്സൈറ്റ് ആക്കി അതിലേക്ക് അപ്ലോഡ് ചെയ്ത് എല്ലാം സ്ട്രക്ചർ ആക്കി വെക്കണം. എന്ത് വെബ്സൈറ്റിൽ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. ഒരു സംഭവമുണ്ട് ഗൈസ്. എന്തൊക്കെയുണ്ട്? ഉഷാറിലായി? നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഡെയിലി വ്ളോഗ്സ്? എൻജോയ്മെന്റിനപ്പുറം നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? ഡെയിലി പിന്നെ ഈ വീഡിയോസ് കണ്ടിട്ട് എന്റെ മൈൻഡിൽ അത് അങ്ങനെ ചെയ്യണം തോന്നി ഞാൻ ചെയ്തു. അങ്ങനെ മൈൻഡിൽ തോന്നിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യില്ലോ. ഓക്കെ. പിന്നെ വേറെ ഇല്ലല്ലോ ചെറുതായിട്ട്. അയ്യോ, എന്റെ ഒരു ദിവസത്തെ ലീവ് കഴിഞ്ഞു ഗൈസ്. നാളെ വീണ്ടും ജോലിയിലേക്ക്. കുഴപ്പമൊന്നുമില്ല, പ്രസാദിനുള്ളതുകൊണ്ട് രസമാണ്. ഫുള്ള് ടൈം കോമഡിയാണ്. എന്താ ഇപ്പൊ പോയത് മസ്താങ് 5.0 അല്ല. അതെ, നിനക്ക് അറിയുന്ന വണ്ടിയാ? മറ്റേ നീല വണ്ടിയാ എപ്പോ ഹായ് ആക്കുന്ന ഒരുത്തൻ? അതുമല്ല, ഇത് ഓൻ ചൂസ്തപ്പല്ല ഇട്ടാ. ഓൻ തുപ്പും. തീ തുപ്പും. തീ തുപ്പുന്ന ഡ്രാഗൺ. ഓക്കെ, ഡെയിലി തോട്ടിലേക്ക് ഞാൻ വരാം. അതായത് ഓക്കെ, നമ്മൾ കാണുന്ന 95% കണ്ടന്റ് ക്രിയേറ്റേഴ്സും നിങ്ങളുടെ ലൈഫ് വീക്കാക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സും കണ്ടന്റുമാണ്. നിങ്ങൾ എഗ്രി ചെയ്യോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതാണ് സത്യം. നിങ്ങൾ കാണുന്ന ഓരോ റീലും, നിങ്ങൾ കാണുന്ന ഓരോ ബ്ലോഗാണെങ്കിലും എന്ത് ടൈപ്പ് സാധനങ്ങളാണെങ്കിലും നിങ്ങളുടെ ലൈഫ് വീക്കാക്കുന്ന ടൈപ്പ് സാധനങ്ങളാണ്. കാരണം നിങ്ങളെല്ലാവരും അല്ല, കൂടുതൽ ആൾക്കാരും ഫൺ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കണ്ടന്റ് കാണുന്നത്. ഡോപ്പമീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഡെയിലി. പക്ഷെ നിങ്ങൾ റിയലൈസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഈ ഡോപ്പമീൻ കിട്ടും, ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഓരോന്ന് കാണുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും. പക്ഷെ കാണുന്ന ഓരോ ടൈപ്പ് ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിക്കോ, കണ്ടന്റ് എടുത്ത് നോക്കിക്കോ, എന്ത് ടൈപ്പ് എടുത്ത് നോക്കിക്കോ. ഇപ്പം വൈറലാവുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ എടുത്ത് നോക്കിക്കോ. ഓവറോൾ ആൾക്കാർ നിങ്ങളുടെ ലൈഫിനെ വീക്കാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ചെയ്യുന്നത്. അവർക്ക് എന്താണ് ഗ്രോത്ത് ആവേണ്ടത്? കുറച്ച് വൾഗറായിട്ട് ചെയ്താലും അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും, അവർ വളരും. അവർ കാണുന്ന പ്രേക്ഷകരുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കില്ല, സബ്സ്ക്രൈബ് ചെയ്ത പിള്ളേരെ കുറിച്ച് ആലോചിക്കില്ല, ഫോളോ ചെയ്ത പിള്ളേരെ കുറിച്ച് ആലോചിക്കില്ല. അവർക്ക് എന്താ വേണ്ടത്? വൈറലാവണം, എനിക്ക് കുറേ ഫോളോവേഴ്സ് വേണം, എനിക്ക് കുറേ പൈസ വേണം. പൈസയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണം. പക്ഷേ നിങ്ങൾ കാണുന്ന കണ്ടന്റ്
95% നിങ്ങളെ വീക്കാക്കുന്ന ടൈപ്പ് കണ്ടന്റുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക ഏതാണ് നല്ല കണ്ടന്റ്, ഏതാണ് എനിക്ക് വേണ്ടാത്ത കണ്ടന്റ്, എന്നിട്ട് അങ്ങനത്തെ കണ്ടന്റുകൾ സ്വിച്ച് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ അവരവിടെ ഇല്ലായിക്കൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ തന്നെ മെല്ലെ 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 നീങ്ങുകയുള്ളൂ നിങ്ങളുടെ ലൈഫ്. നിങ്ങളുടെ ലൈഫാണ് ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് കണ്ടന്റും, എൻ്റെതാണെങ്കിലും. അത് മനസ്സിലാക്കണം. ഓക്കെ, വേറൊരു കാര്യം പറയണ്ടേ? എങ്ങനെയുണ്ട് തോട്ട്? എങ്ങനെയുണ്ട്? നൈസ് തോട്ട്. ബിഗ് ബോസ് ഇറങ്ങി. പേഴ്സണലി എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഹെയ്റ്റ് ചെയ്തോ, എന്നെ കുറ്റപ്പെടുത്തിക്കോ, എന്നെ വേണമെങ്കിൽ തന്ത വൈബ് എന്ന് വിളിച്ചോ, എന്ത് പണ്ടാരം വേണമെങ്കിൽ വിളിച്ചോ. പക്ഷേ എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഇഷ്ടമല്ല. അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ആൾക്കാർക്കെല്ലാം അടിയും നെഗറ്റീവാണ് കാണേണ്ടത്. നെഗറ്റീവും അടിയും അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കുന്നത് ഇതാണ് കാണേണ്ടത്. അവരെന്താ ചെയ്യുക? കുറേ ഇതേപോലെയുള്ള അടിയാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കുറേ ആൾക്കാർ ഒരു ഹൗസിലിടും. അവരെ തമ്മിൽ അടി കൂടിപ്പിക്കും. ഒരുത്തൻ അടിയാക്കാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവനായിരിക്കും ആദ്യം പുറത്തു പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടിയാക്കുന്നവന്മാരാണ് ഏറ്റവും ലാസ്റ്റ് വരെ നിൽക്കുക. അടി ആക്കിപ്പിക്കും അവർ. അതാണ് അവരുടെ സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് അത് പോകുന്നത്. എന്നിട്ട് അടി ആക്കിപ്പിച്ചിട്ട് ആ അടി അവർ മാർക്കറ്റ് ചെയ്യും. അത് കാണാൻ കൂടുതൽ ആൾക്കാർ വരും. അവർ തമ്മിൽ അടിയാണോ, ഇവർ തമ്മിൽ അടിയാണോ, അവർ തമ്മിൽ ഇഷ്ടത്തിലായോ, അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായോ? ഇതാണ് സംഭവം. ഓരോ ആൾക്കാരെ കുടുംബം അവിടെ തരുന്നുണ്ട്. അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അവർ മനസ്സിലാക്കാത്തൊരു സാധനമുണ്ട്. അവർക്ക് ചിലപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്യാരക്ടർ നഷ്ടം, പിന്നെ ആൾക്കാർ അവരെ കാണുന്ന രീതി മാറും, അവരുടെ ലൈഫിലെ ഫുൾ സാധനങ്ങൾ ലീക്കാവും. മൊത്തത്തിൽ അവരെ ഇതാക്കും. ശരിയല്ലേ? എയറിലിടും. എയറിൽ പിന്നെ പോട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഓവറോൾ അവരുടെ ക്യാരക്ടർ, അവരെ സോൾ അവിടെ കൊടുത്തിട്ടാണ് അവർ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ശരിയാ. ആ ഒരു പ്രോഗ്രാം എനിക്ക് ഞാൻ കാണില്ല. ഒന്നാമത്തെ കാര്യം അത് മാത്രമല്ല, ഞാൻ കൂടുതൽ ഒരു കണ്ടന്റ് കാണാറില്ല. സത്യം പറയല്ലോ, റീൽസ് ആണെങ്കിലും ബ്ലോഗ്സ് ആണെങ്കിലും അങ്ങനത്തെ പരിപാടി ഞാൻ കാണില്ല. പണ്ട് കുറേ ഇൻ്റർവ്യൂസ് കാണുമായിരുന്നു. നല്ല നല്ല നടന്മാരുടെ, നല്ല നല്ല ആർട്ടിസ്റ്റുമാരുടെ, നല്ല നല്ല ഒരു കഴിവ് തെളിയിച്ച ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് കാണുമായിരുന്നു. ഇപ്പം ഇൻ്റർവ്യൂസും പോയി. ഇപ്പം ഇൻ്റർവ്യൂസിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ, നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്ന ആളാ, ഞാൻ നിൻ്റെ ഫാനാട്ടോ, ഇങ്ങനെ പറയുന്ന ഇൻ്റർവ്യൂസാണ് കൂടുതൽ. ഇത് പറയുമ്പോൾ നമ്മൾ തന്തവൈവാകും. ആയിക്കോട്ടെ, നമ്മൾ തന്തവൈവാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ കൾച്ചർ എനിക്ക് ദഹിക്കുന്നില്ല. സത്യം പറയാലോ, ഒരു തീരെ ദഹിക്കാത്തൊരു സംഭവമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. അല്ലാണ്ട് വേറെ ഒരാൾ നിങ്ങൾ കുഴിച്ചാടി കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരില്ല കേട്ടോ. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട്, എല്ലാവരും നമ്മുടെ കൂടെയല്ല. നമ്മുടെ വൈബിൻ്റെ ആൾക്കാരെ മറ്റേ എന്താ പറയുക, ഒരു കൂട്ടം ആൾക്കാർ ട്രെൻഡിന് പുറകെ പോകുമ്പോൾ എന്ത് ടൈപ്പ് ട്രെൻഡാണെങ്കിലും അതിൻ്റെ കൂടെ പോവും എല്ലാവരും. പക്ഷേ കുഴിയിൽ വീണ് കഴിയുമ്പം ആരും ഉണ്ടാവില്ല, നിങ്ങൾ മാത്രമായിരിക്കും. കള്ളുകൂടി, അതെ, സിഗരറ്റ്, ഡ്രഗ്സ്, എല്ലാ പരിപാടിയും ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങളൊന്ന് തുറന്ന് ചുറ്റും നോക്കിയാൽ മതി, ഫോണിലല്ലാതെ. ബാക്കിയൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. വേറൊന്നും പറയാനില്ല. ഇപ്പം ശ്രീധി ഇത് പറയാൻ വേണ്ടി റെഡി ആയി നിൽക്കിയത്. നാളെ കാണാമല്ലേ? നാളെ കാണാമല്ലേ? എന്നാൽ പിന്നെ ആയിക്കോട്ടെ. വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ആയിട്ട് ചെയ്യാം. ഓക്കെ, പീസ്. പറയുന്നില്ലേ? പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലേ? അതാ ഞാൻ വെച്ച് എന്താ പറയാത്തത്. അല്ല, ഞാൻ പറയാൻ വന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. ശ്രീയുടെ വീഴ്ച. അപ്പോൾ നിങ്ങൾ പോയി ഫോളോ ആക്കി.